ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, വീണ്ടും ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ പരസ്പരം കണ്ടുമുട്ടുവാനും പ്രാർത്ഥിക്കുവാനും നമുക്കെല്ലാവർക്കും അവസരം തന്ന ദൈവത്തിന് നന്ദി പറയാം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. നിങ്ങളെല്ലാവരും വളരെ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുകയാണ്. 29-ാം സങ്കീർത്തനം 11-ാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് തന്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ. അവിടുന്ന് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദൈവം സമാധാനം നൽകുന്ന ദൈവമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്കും നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും നമ്മുടെ നിരവധിയായ ആവശ്യങ്ങളിലേക്കെല്ലാം തന്റെ സമാധാനത്തെ പകരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ തിരുവചനത്തിന്റെ വാഗ്ദാനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ നമുക്ക് അല്പസമയം നമ്മുടെ കർത്താവിന്റെ തിരുനാമത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ക്ഷീണങ്ങളും തളർച്ചകളും ഭാരങ്ങളും മാറ്റി വളരെ ഉണർവോടെ ആനന്ദത്തോടെ ഈ സ്തുതി ആരാധനയിലൂടെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരുന്ന അഭിഷേകത്തെ സ്വീകരിച്ചുകൊണ്ട് എല്ലാ മക്കളും ശക്തിയോടെ പാടി ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈയൊരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈയൊരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാൻ. ചേർന്ന് പാടിയേ. ഈയൊരായുസേ നമുക്കുള്ളു സോദര, ബോധ്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ. ഈയൊരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാൻ. പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം നാം യേശുരാജനെ. കർത്താവിന്റെ നാമത്തിന്റെ ശക്തി മനസ്സിലാക്കി എല്ലാവരും കെട്ടുകള് ബന്ധനങ്ങള് അഴിഞ്ഞു മാറട്ടെ. നിരാശപ്പെടാൻ കാര്യം 10 ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. നിരാശപ്പെടാൻ ബോധ്യത്തോടെ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. കരഞ്ഞെന്തിനായുസ് പാഴാക്കുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം. ഇരുകരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമടിച്ച് ശക്തിയോടെ ഈയൊരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാൻ. ഈയൊരായുസേ നമുക്കുള്ളു സോദരി, ദൈവത്തിനായി ജീവിക്കാൻ. പാടാം പാടാം നമ്മെ മറന്നു നമ്മൾ, സ്തുതിക്കാം യേശുരാജനെ. ഇരു കരങ്ങളും ദൈവസന്നിധിക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി ഇന്നും ജീവിക്കുന്ന കർത്താവിന്റെ അത്ഭുത നാമത്തെ, രക്ഷാനാമത്തെ, സൗഖ്യനാമത്തെ, അഭിഷിക്ത നാമത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ അത്ഭുത അഭിഷേകമായി സൗഖ്യമായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് കർത്താവേ കടന്നു വരണമേ. ദുഃഖിച്ചും വേദനിച്ചും നിരാശപ്പെട്ടും ആകുലപ്പെട്ടും മനസ്സ് മടുത്തിരിക്കുന്ന ഓരോ മക്കളുടെ മേലും പൊന്നു പിതാവേ അഭിഷേകത്തിന്റെ കരങ്ങൾ വെച്ച് സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ, സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ. ഈ സമയം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ഓ വർഷങ്ങളായി രോഗക്കെട്ടുകളിൽ, രോഗാവസ്ഥകളിൽ വേദനിക്കുന്ന ജീവിതങ്ങളിലേക്ക് ഈ സമയം അഭിഷേകം ഒഴുകട്ടെ. ഒന്ന് പിതാവേ, ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ഇപ്പോൾ കരങ്ങൾ നീട്ടി അഭിഷേകം ചെയ്യണമേ. ഹാല ഹാല ഹാല. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ഭവനങ്ങളിലേക്കും ഇപ്പോൾ കർത്താവെ കടന്നു വരണമേ. ആ ഭവനങ്ങളിലൂടെ അങ്ങ് ഉലാത്തണമേ. അങ്ങനെ സ്നേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആ
ഭവനങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. നിരവധിയ ആവശ്യങ്ങൾ, വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾ കർത്താവ് ഏറ്റെടുക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, വിശുദ്ധ ഔസേ പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി, ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുവാനായി പോകുന്നത് യേശു നൽകുന്ന സമാധാനത്തെ കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞ വാക്കുകൾ: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എത്രയോ അർത്ഥപൂർണമായ വാക്കുകളാണിത്. നമ്മളെല്ലാവരും തന്നെ പല വിധത്തിൽ അധ്വാനിക്കുന്നവരാണ്. ചിലരെങ്കിലും പറയാറുണ്ട്, ഞാൻ അധ്വാനിച്ചു മടുത്തു, ഇങ്ങനെ അധ്വാനിച്ച് ഞാൻ മടുത്തു, ഇതെന്തൊരു ജീവിതമാ എന്ന് പറഞ്ഞ് വളരെയധികം വേദനയോടുകൂടി പങ്കുവയ്ക്കുന്ന ചിലരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നമ്മളെല്ലാവരും തന്നെ ഭാരങ്ങൾ വഹിക്കുന്നവരാ. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളിൽ ഒരുപാട് മക്കൾ ഭാരങ്ങൾ വഹിക്കുന്നു. ആരോഗ്യം നഷ്ടപ്പെട്ട് വിവിധങ്ങളായ രോഗത്തിന്റെ മേഖലകളിൽ ഭാരങ്ങൾ വഹിക്കുന്നവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. സാമ്പത്തികമായ മേഖലകളിൽ തകർന്ന് സാമ്പത്തിക തകർച്ചകളാകുന്ന വലിയ ഭാരങ്ങൾ വഹിക്കുന്നവര് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിലും തലങ്ങളിലും ഒരുപാട് ഭാരങ്ങൾ വഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈശോയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞത്, നിങ്ങൾ എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം വേണം. ശുശ്രൂഷകൾക്ക് വേണ്ടി ഇന്ന് ഏത് സ്ഥലത്തേക്കും, അത് ഏത് രാജ്യമായിക്കൊള്ളട്ടെ, ഏത് ദേശമായിക്കൊള്ളട്ടെ, എവിടെ ചെന്നാലും അനേകരെ വളരെ ആഗ്രഹത്തോടു കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: സഹോദര, ജീവിതത്തിൽ സമാധാനം ലഭിക്കുവാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് അല്പം സ്വസ്ഥത വേണം, സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, അതിനുള്ളൊരു വഴി ഞങ്ങൾക്ക് നീ പറഞ്ഞതാ. നമ്മളെല്ലാവരും തന്നെ ചിന്തിക്കുന്നൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടിയെന്ന്. സ്വന്തമായി ഒരു വീടില്ലാത്തവർ ചിന്തിക്കുന്നത്, ഒരു വീട് ലഭിച്ചാൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടുമെന്നാണ്. ജോലിയില്ലാത്ത അനേകർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു നല്ലൊരു ജോലി ലഭിച്ചാൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടുമെന്നാണ്. സ്വന്തമായൊരു വാഹനമില്ലാത്തവർ ചിന്തിക്കുന്നതോ, ഒരു കാർ ലഭിച്ചാൽ സമാധാനമായി. വേറെ ചിലർ ചിന്തിക്കുന്നത്, വിവാഹം കഴിയാത്തവർ ചിന്തിക്കുക, ഒരു കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടും, അല്ലെങ്കിൽ ജീവിതത്തിൽ അല്പം കൂടി സുഖസൗകര്യമുണ്ടായാൽ സമാധാനം കിട്ടും, അല്പം കൂടി മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസം ലഭിച്ചിരുന്നുവെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുമായിരുന്നു, അല്പം കൂടി സൗന്ദര്യം ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാകുമായിരുന്നു. ഇങ്ങനെ പോവുകയാണ്. എന്നാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഇതൊക്കെ ലഭിച്ചവരുടെ ജീവിതത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും അവർക്ക് സമാധാനമില്ല. ഇവിടെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ വചനത്തിന്റെ പ്രസക്തി വെളിപ്പെടുന്നത്. ഇന്ന് ലോകം മുഴുവൻ സമാധാനത്തിന് വേണ്ടി കൊതിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, യേശുവിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയുക. ആരാണ് സമാധാനത്തിന് ഉറവിടം? യേശു ക്രിസ്തുവാണ് സമാധാനത്തിന് ഉറവിടം. പൗലോസ് അപ്പോസ്തലൻ എഫെസസ് സഭയോട് പറഞ്ഞു, 2-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, യേശു ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. അവൻ ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. അപ്പൊ യേശുവാണ് നമ്മുടെ സമാധാനം.
വീണ്ടും റോമാ സഭയ്ക്കേത് ലേഖനം പൗലോസ്ലീഹ 16-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. സമാധാനത്തിന്റെ ദൈവം ഉടനെ തന്നെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി പിശാചിനെ തകർത്ത് കളയും. അപ്പൊ നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ തിരുവാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുവാനായിട്ട് കഴിയും. അവിടെ ഈശോ പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോവുകയാണ്. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം ആയിരങ്ങളെ നോക്കിക്കൊണ്ട് ഈശോ പറയാ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്താണ് യേശു ക്രിസ്തു നൽകുന്ന സമാധാനത്തിന് പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത, അത് ലോകം തരുന്നത് പോലെയല്ല, അത് ലോകം നൽകുന്നത് പോലെയല്ല. കള്ളു കുടിക്കുമ്പോൾ ചിലർ ചിന്തിക്കുന്നത് അല്പം സമാധാനം കിട്ടുമെന്ന, പുകവലിക്കുമ്പോൾ ചിലർ ചിന്തിക്കുന്നത് അല്പം റിലാക്സ് ചെയ്യാൻ പറ്റുമെന്ന, അവിഹിത ബന്ധങ്ങളിൽ ചില വ്യഭിചാര പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ചിന്തിക്കുന്നത് അല്പം സമാധാനം കിട്ടുമെന്ന, ഈ ലോകത്തിന്റെ ഗതികളിലും ഈ ലോകത്തിന്റെ വഴികളിലും അനേകം നടക്കുമ്പോൾ ചിന്തിക്കുന്നത് സമാധാനം കിട്ടുമെന്ന, പലവിധത്തിലുള്ള വെറിക്കൂത്തുകളിലും ലോകത്തിന്റെ ജഡീകമായ ഇമ്പങ്ങളിലും ഏർപ്പെടുന്നവർ ചിന്തിക്കുന്നത് സമാധാനം കിട്ടുമെന്ന. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയും, അതെല്ലാം കൂടുതൽ നാശത്തിലേക്കും തിന്മയിലേക്കും അധപതനത്തിലേക്കും ഓരോ വ്യക്തികളെയും നയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ദൈവമക്കളെ, സമാധാനം ലഭ്യമാകാൻ നമ്മൾ എന്ത് ചെയ്യണം? തിരുവചനത്തിലോട്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. ഒന്നാമതായി, സമാധാനം ലഭിക്കുവാൻ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, യേശു ക്രിസ്തുവിന്റെ അടുത്തേക്ക് നമ്മൾ വരിക. അതാണ് ഈശോ പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 11:28 അതാ ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇതേ വചനം തന്നെയാ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നത്, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എന്റെ അടുത്ത് വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പ്രിയ സഹോദര സഹോദരി, ഞാൻ നിങ്ങൾ യഥാർത്ഥത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ യേശുവിന്റെ ഈ വചനത്തിൽ വിശ്വസിക്കുക. നമ്മൾ അവന്റെ അരികിലേക്ക് പ്രത്യാശയോടുകൂടി കടന്നു വരിക. യേശുവിനെ നമുക്ക് സമാധാനം നൽകുവാനായിട്ട് കഴിയും. ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, തൃശൂർ അതിരൂപതയുടെ മതബോധന സെന്ററിൽ ഒരു 5 ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക. ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ബാംഗ്ലൂരിൽ നിന്നൊരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ടുണ്ട്. അവൻ ഒരുപാട് മദ്യപിക്കുകയും മയക്കമരുന്നിന് അടിമയാവുകയും ഒരുപാട് വേദനിച്ച് തകർന്നാണ് ആ ചെറുപ്പക്കാരൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. ധ്യാനത്തിന്റെ 2-3 ദിവസങ്ങളിൽ ദൈവവചനം ശ്രവിക്കുവാനോ വേണ്ടവിധം പ്രാർത്ഥിക്കുവാനോ കുദാശകൾ ഒരുക്കത്തോടെ സ്വീകരിക്കുവാനോ അവനെ സാധിച്ചിരുന്നില്ല. അതുപോലെ അവൻ അസ്വസ്ഥനായിരുന്നു. അവന്റെ ഹൃദയത്തിൽ ഒരുപാട് ഭാരങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ ജീവിതത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, അവന്റെ പഠന മേഖലയിൽ ഉണ്ടായ പരാജയത്തെക്കുറിച്ചൊക്കെ ഒരുപാട് അസ്വസ്ഥതകള് അവന്റെ ഹൃദയത്തെ ഭരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ധ്യാനത്തിന്റെ 4-ാമത്തെ ദിവസം ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് വലിയ ഒരു ദൈവ സാന്നിധ്യം കടന്നു വരുന്നതായി അനുഭവിക്കാൻ കഴിഞ്ഞു. ആ ധ്യാനത്തിന്റെ 4-ാം ദിവസം രാത്രിയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. ഈ ആരാധന ശുശ്രൂഷയുടെ സമയത്ത് കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ ഈ സഹോദരന്റെ മേൽ വന്നു. പ്രിയമുള്ളവരെ, ആ ആരാധന അവന്റെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്തൊരു അനുഭവമായി കർത്താവ് മാറ്റുകയാണ്. അന്നത്തെ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞു. ഞാൻ എന്റെ മുറിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുക. രാത്രി ഒരു 1 മണി 2 മണി ആയിട്ടുണ്ടായിരിക്കും, പാതിര സമയം. ഞാൻ വിശ്രമിക്കുന്നതിന്റെ മുറിയുടെ തൊട്ടടുത്ത് ഒരു കാൽപെരുമാറ്റം കേൾക്കുവാനായിട്ട് കഴിയുന്നു. ഞാൻ മുറി ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു ചെറിയൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിലൂടെ നോക്കിയപ്പോൾ കുറച്ച് അകലെയായി ഒരു വ്യക്തി നിൽക്കുന്നതായിട്ട് കണ്ടു. പെട്ടെന്ന് ആ വ്യക്തി എന്നെയും കണ്ടു. അവൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ്, പ്രിയ സഹോദര, ഡിയർ ബ്രദർ, കർത്താവ് എന്നെ സ്പർശിച്ചു,
കർത്താവ് എന്നെ സ്പർശിച്ചു എന്ന് പറഞ്ഞ് അവൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആ പാതിര സമയത്ത് കർത്താവ് എന്നെ സ്പർശിച്ചു, എനിക്ക് എന്തെന്നില്ലാത്ത സമാധാനമുണ്ട്. എന്റെ മദ്യപാനം, മയക്കുമരുന്ന് ശീലം, എന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരുപാട് അസ്വസ്ഥതകൾ എല്ലാം കർത്താവ് എടുത്തു മാറ്റി. എനിക്ക് വലിയ സമാധാനമുണ്ട്, ഇപ്പോൾ വലിയ സ്വസ്ഥത ഞാൻ അനുഭവിക്കുന്നത് പറഞ്ഞ് അവൻ സന്തോഷം കൊണ്ട് ഇങ്ങനെ കുതിച്ച് ചാടുകയാ. എനിക്കും വല്ലാത്തൊരു ആനന്ദം തോന്നി. പ്രിയമുള്ളവരെ, ആരൊക്കെ യേശുവിന്റെ അടുത്തേക്ക് വരുന്നുവോ അവരുടെ ജീവിതത്തിൽ സമാധാനം കവിഞ്ഞൊഴുകപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. രണ്ടാമതായി, സമാധാനം ലഭിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് ദൈവവചനത്തെ സ്നേഹിക്കുക, വചനത്തെ സ്വീകരിക്കുക. ദൈവവചനത്തെ സ്നേഹിക്കുന്ന ജീവിതങ്ങൾക്ക് സമാധാനം ലഭിക്കും. 119 സങ്കീർത്തനം 165 തിരുവചനത്തിൽ ദൈവവചനം പ്രഖ്യാപിക്കുകയാണ്, കർത്താവിന്റെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും. ഹല്ലേലൂയ. ആർക്കാണ് സമാധാനം ലഭിക്കുന്നത്? കർത്താവിന്റെ വചനത്തെ സ്നേഹിക്കുന്നവർക്ക്. ഇത് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ വലിയൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, കുടുംബ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ പല അസ്വസ്ഥതകളും ഞെരുക്കങ്ങളും വേദനകളും ചില നൊമ്പരങ്ങളെല്ലാം കടന്നു വരുമ്പോൾ ദൈവവചനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് ദൈവവചനത്തിന്റെ വിശ്വാസ യോഗ്യതയെ തിരിച്ചറിഞ്ഞ് പലപ്പോഴും സ്നേഹത്തോടുകൂടി വചനം പ്രഖ്യാപിക്കാറുണ്ട്, വചനത്തെ ഏറ്റുപറയാറുണ്ട്. പ്രിയമുള്ളവരെ, ഈ സമയങ്ങളിൽ എന്തെന്നില്ലാത്ത ഒരു വലിയ സമാധാനം എന്റെ ഹൃദയത്തെ ഭരിക്കുകയും ആ സമാധാനം കൊണ്ട് എന്റെ ദൈവം എന്നെ പൊതിയുന്ന അനുഭവം ഒരുപാട് പ്രാവശ്യം എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടവരുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്കുറപ്പുണ്ട്, ആരൊക്കെ ദൈവവചനത്തെ സ്നേഹിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിലേക്ക് യേശു സമാധാനമായി വെളിപ്പെടുന്നു. പ്രിയ സഹോദര സഹോദരി, വചനത്തെ സ്നേഹിക്കേ. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 33 തിരുവചനത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സ്വീകരിക്കുന്ന വ്യക്തികളിൽ സമാധാനമുണ്ടാകുന്നു. ഈശോ പറയാ, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തുവാൻ, ലോകത്തിലല്ല, സിനിമയിലല്ല, സീരിയലിലല്ല, മദ്യപാനത്തിലല്ല, വ്യഭിചാരത്തിലല്ല, സ്പോർട്സിലല്ല, ഈ ലോകത്തിന്റെ നിറപ്പകിട്ടുകളാർന്ന ഇമ്പങ്ങളിലല്ല, എന്നിൽ സമാധാനം കണ്ടെത്തുവാനാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആരൊക്കെ ദൈവത്തിന്റെ വചനത്തെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവീകമായ സമാധാനം ഒഴുകപ്പെടുന്നു. ഹല്ലേലൂയ. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുന്നു. യേശയ്യായുടെ പുസ്തകം 26 അധ്യായം 3 തിരുവചനത്തിൽ വചനം പ്രഖ്യാപിക്കുകയാണ്, തന്നിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവരെ ദൈവം സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. ആരൊക്കെ ദൈവത്തിൽ ഹൃദയമുറപ്പിക്കുന്നുവോ, ആരൊക്കെ കർത്താവിൽ ആശ്രയിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിലേക്ക് സമാധാനമായി യേശു വെളിപ്പെടുന്നു. എനിക്ക് അറിയാം, ഈ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അനേകർ പലപ്പോഴും എന്നോട് പങ്കുവെക്കാറുണ്ട്, സഹോദര, ഞങ്ങൾ വളരെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടാണ് പലപ്പോഴും ഈ മഹത്വത്തിന് സാന്നിധ്യം എന്നുള്ള ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ ഒരുപാട് തകർന്നവരാണ്, ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവരാണ്. ശരിയാ മക്കളെ, നല്ലൊരു ശതമാനം വ്യക്തികളും ഇതിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ, വേദനകളിലൂടെ, കഷ്ടങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ കടന്നുപോകുന്നവരായിട്ടുണ്ട്. പക്ഷേ ദൈവവചനത്തിന്റെ വെളിപ്പെടുത്തൽ നിങ്ങൾ മനസ്സിലാക്കുക. വചനം എന്താണ് വെളിപ്പെടുത്തുന്നത്? ആരൊക്കെ ദൈവത്തെ ആശ്രയിക്കുന്നോ പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ, പരാജയങ്ങളിൽ, ഞെരുക്കങ്ങളിൽ, കഷ്ടതകളിൽ, നഷ്ടങ്ങളിൽ, സഹനങ്ങളിൽ ആരൊക്കെ ദൈവത്തെ ആശ്രയിക്കുന്നോ അവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ സമാധാനം കടന്നു വരുന്നു. 85 സങ്കീർത്തനം 8 തിരുവചനത്തിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്, കർത്താവായ ദൈവം അരുളി ചെയ്തത് ഞാൻ കേൾക്കും, അവിടുന്ന് തന്റെ ജനത്തിന് സമാധാനമരുളും, ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്കു തന്നെ. ആരൊക്കെ കർത്താവിലേക്ക് തിരിയുന്നുവോ
ആരോഗ്യ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കുന്നുവോ അവരിലേക്ക് കർത്താവ് സമാധാനം അരുളുന്നു. എന്റെ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഒന്നിനെ കുറിച്ചും അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. കർത്താവിന്റെ വചനത്തിൽ പുറമായിട്ട് വിശ്വസിക്കുക. അവസാനമായി, ആത്മീയമായ മനസ്സുള്ളവർക്ക് സമാധാനം ലഭിക്കുന്നു. ആത്മീയമായ മനസ്സ് എന്താണ്? മാനസാന്തരപ്പെട്ടൊരു ദൈവ പൈതല്, മനസ്സിന് നവീകരണം വന്ന, മനസ്സിന് രൂപാന്തരീകരണം വന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും സമാധാനം അനുഭവിക്കാൻ കഴിയും. റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. ജഡീക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ആത്മീയമായ ആഗ്രഹങ്ങൾ, ആത്മീയമായ മനസ്സുള്ളവർ സമാധാനത്തിലേക്ക് നയിക്കപ്പെടുന്നു. കർത്താവിന്റെ ഈ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇന്ന് നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയം എന്തുമായിക്കൊള്ളട്ടെ, നമ്മളെ നിരാശപ്പെടുത്തുന്ന പ്രതിസന്ധി എന്തുമായിക്കൊള്ളട്ടെ, നമ്മളെ ദുഃഖത്തിൽ ആഴ്ത്തുന്ന തകർച്ചകൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ വലിയ കൊടുമുടി പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതികൂലങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത ഈ വാഗ്ദാനത്തിൽ ആര് വിശ്വസിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് സമാധാനത്തിന് അഭിഷേകമായി ഈ മണിക്കൂറുകളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഈ ഒരു പ്രത്യാശയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം നൽകി അവിടെ നമ്മൾ അനുഗ്രഹിക്കും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവേ, നീ മാത്രമാണെൻ രക്ഷാസങ്കേതം. സ്നേഹമൂറും നിൻമൊഴികളൻ ആശാപൊൻദീപം. വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവം തിരുവോസ്വരൂപനായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു യേശു നൽകുന്ന സമാധാനത്തെക്കുറിച്ച്. നമ്മുടെ കർത്താവായ യേശു സമാധാനത്തിന്റെ രാജാവാണ്. അവനാണ് സമാധാനത്തിന്റെ ഉറവിടം. പ്രിയമുള്ളവരെ, ഇരുകരങ്ങളും ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിലേക്ക് യാതനാപുറം നീട്ടിപ്പിടിച്ച് യേശു നൽകുന്ന സമാധാനം സ്വന്തമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ സകല ഭാരങ്ങളെയും വേദനകളെയും ദുഃഖ ദുരിതങ്ങളെയും നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളെയും രോഗപീഠകളെയും നമ്മളെ ഭാരപ്പെടുത്തുന്ന വിചാരങ്ങള് വിഷയങ്ങള് എല്ലാം കർത്താവായ ഈശോയുടെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ, ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ഇതാ ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി ഈ സമയം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങളിലേക്ക് ഒഴുകപ്പെടുകയാണ്. ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ വലിയ ദാഹത്തോടെ നുറുങ്ങിയ ഹൃദയത്തോടെ ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളിലേക്ക് കർത്താവിന്റെ അഭിഷേകം സമാധാനമായി ആനന്ദമായി കവിഞ്ഞൊഴുകപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവോസ്വരൂപനെ നോക്കിക്കൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുക. വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയും. ഇതാ ഈശോ നമ്മുടെ കുടുംബങ്ങളിലൂടെ ഉലാത്തുന്ന സമയമാണ്. ഇത് വിടുതലിന്റെ സമയമാണ്, സൗഖ്യത്തിന്റെ സമയമാണ്, അനുഗ്രഹത്തിന്റെ സമയമാണ്. ദൈവമക്കളെ, ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഇടപെടുന്ന സമയം സ്വീകരിച്ച് പ്രാർത്ഥിക്കുക. അനേകം ദൈവമക്കളിലുള്ള അസ്വസ്ഥതകള്, ദുഃഖങ്ങള്, വേദനകള്, കടുത്ത നിരാശകള് കർത്താവ് പിഴുതു കളയുന്നു. അനേകം കുടുംബങ്ങളിൽ, അനേകം ജീവിതങ്ങളിൽ
ഇതാ തന്റെ സമാധാനം നൽകി ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകരെ കർത്തത്തോട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഈ ആരാധന ശുശ്രൂഷയിൽ അത്ഭുത സൗഖ്യങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ക്ഷമിക്കുക, നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. പരിശുദ്ധാത്മ നിറവ് സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം